ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ്, സ്പെഷ്യൽ മോട്ടിവേഷൻ വീഡിയോ ആണ് കേട്ടോ. എങ്ങനെ നമുക്ക് സ്റ്റൈലിൽ നടക്കാന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എന്റെ ഒരു നാടൻ ടു മോഡേൺ ആയിട്ടുള്ള ജേർണിയാണ് കേട്ടോ പറഞ്ഞുതരാൻ പോകുന്നത്. ആരാണല്ലോ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നത്? സോ ഇന്നത്തെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും, അല്ലെ? പക്ഷെ ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ തലയിൽ വരുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ? നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അല്ലേ? നമ്മൾ അങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത് നാട്ടുകാരും വീട്ടുകാരൊക്കെ കുറിച്ചിട്ടാണ്, അല്ലേ? എപ്പോഴും നമ്മുടെ മനസ്സിൽ വന്നത് നമ്മുടെ പാരന്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നാട്ടുകാരോടൊക്കെ ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് പറയാം, അതൊക്കെ എന്റെ ഇഷ്ടമാണെന്ന് പറയാം, അല്ലെ? റിയാലിറ്റി വരുമ്പോഴേക്കും അത് ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ. നമ്മുടെ സൊസൈറ്റിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സോ ഫ്രണ്ട്സോ അയൽക്കാരൊക്കെ നമ്മൾ ഇത്ര നാള് കണ്ട ഒരു ലുക്കിൽ നിന്ന് പെട്ടെന്ന് നമ്മളെ വേറൊരു ചേഞ്ച് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവർക്ക് ഈ കണ്ണുകടിയൊക്കെ വരുന്നത്. അതായത്, ഓ അവളെ കണ്ടാ എങ്ങനെ നടന്ന പെണ്ണ എന്ന ആളുകൾ പറയുന്നത് അതാണ്. കാരണം അവർ നമ്മുടെ ലുക്ക് യൂസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. പെട്ടെന്ന് നമ്മുടെ ഒരു ചേഞ്ചസ് വരുമ്പോഴേക്കും അവരെന്തായാലും ചിന്തിക്കും ഇതെന്താ ഇങ്ങനെയും ചിന്തിക്കാറുണ്ട്. അത് നാട്ടുനടപ്പാണ്, എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് അറിയപ്പോഴേക്കും എന്റെ 10th ഫ്രണ്ട്സ് ഒക്കെ കാണുമ്പോഴേക്കും നീ നല്ലോണം മാറിയിട്ടോ എന്ന് പറയും. അത് പോസിറ്റീവായി പറയുന്ന ആളുകളുണ്ട്, നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്, പല സൈഡ് ഉണ്ട്, അല്ലെ? എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ചേഞ്ച് വേണം. നിങ്ങൾക്കൊരു ചേഞ്ച് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങി തിരിക്കാന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മളെല്ലാവരും ചേഞ്ച് ആയി കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ. എന്റെ പഴയ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. എന്റെ ആ ഫോട്ടോയും ഈ ഫോട്ടോയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഞാൻ സ്വന്തമായി എന്നെ തന്നെയാണ് മാറ്റിയെടുത്തത്. എന്റെ ലുക്ക് മാറ്റിയെടുത്തു, എന്റെ ഹെയർ സ്റ്റൈൽ ഞാൻ മാറ്റിയെടുത്തു, എന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഞാൻ മാറ്റിയെടുത്തു. ഞാൻ കുറച്ച് സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങി, ജീൻസ് ഇടാൻ തുടങ്ങി, കയ്യിലത്തെ ഡ്രസ്സ് ഇടാൻ തുടങ്ങി. ഇതൊക്കെയാണ് ഞാൻ വരുത്തി വെച്ചിട്ടുള്ള എന്റെ മാറ്റങ്ങള്. ഈ മാറ്റങ്ങളുടെ കൂടെ എന്റെ പേഴ്സണാലിറ്റിയും ചേഞ്ച് ആയിട്ടുണ്ട്. പണ്ടത്തെ എന്റെ ഒരു ടോക്സിക് മൈൻഡ് ആയിരുന്നു. ഒരു നാടൻ ലുക്ക് അത്ര മോശമാണെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് ഇപ്പോഴും നാടൻ ലുക്ക് ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ വിന്റേജ് ഷൂട്ട് ചെയ്യുമ്പോൾ മറ്റേ ഗോപി പൊട്ടും സാരിയും ഒക്കെ കൊടുത്ത് ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കുറച്ചൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തണം, എനിക്ക് കുറച്ചും കൂടി ഒന്ന് സ്റ്റൈൽ ആവണം എന്ന് വിചാരിച്ച ഫസ്റ്റ് എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. നിങ്ങൾ സ്വയമായിട്ട് കോൺഫിഡന്റ് ആവാന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ നിങ്ങൾ നാട്ടുകാർ പറയുന്നതോ സൊസൈറ്റി ഓർത്തോ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ സ്റ്റൈൽ ചെയ്യണം, എങ്ങനെ നടക്കണം എന്നുള്ളതല്ലേ നമ്മുടെ ഓരോരുത്തരും ഇഷ്ടമല്ലേ. ഇപ്പൊ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടേക്കുന്നു, ഞാൻ ഈ മാല ഇട്ടേക്കുന്നു, ഇതിപ്പോ പുറത്തുനിന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ഈ ഡ്രസ്സ് വൃത്തിയിടാന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. വേറെ ആൾക്കാരോടെ കിടന്ന് പറയുന്നവർ പറയട്ടെ എന്നല്ലേ ഞാൻ ചിന്തിക്കുള്ളൂ. എല്ലാവരും അങ്ങനത്തെ ഒരു മൈൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മള് കുറെയൊക്കെ നമുക്ക് കുറെ മൈൻഡ് സെറ്റ് ആക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് ഞാൻ പറയുന്നത് ഇതൊരു ലോങ് പ്രോസസ് ആണ്. നമുക്ക് ഒറ്റയടിക്ക് ഇന്ന് ചുരിദാറിട്ട് നടക്കുന്ന ആള് നാളെ പെട്ടെന്ന് നമുക്ക് ഫോട്ടോക്ക് വീഡിയോക്ക് വേണ്ടി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് മെന്റലി അവരെ പ്രിപ്പയർ ആക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോ ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പയ്യാണ് നിങ്ങളുടെ സ്റ്റൈല് ചേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പോ സാധാരണ ഒരു കുട്ടി, ആൾക്ക് നല്ല രീതിയിൽ മോഡേൺ ആവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കോൺഫിഡൻസ് ഇല്ല. എവിടെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ സ്റ്റൈലാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഹെയർ ചേഞ്ച് ചെയ്യാം, ഹെയർ സ്റ്റൈല് ചേഞ്ച് ചെയ്യാം, ഹെയർ കട്ട് ചെയ്യാം, 2-3 പീസൊക്കെ ഇവിടെ കട്ട് ചെയ്തിടാം. അതൊക്കെ ഈ സ്റ്റൈലിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ചെറുപ്പത്തിൽ, ഞാൻ ഇപ്പോഴാണ് എന്റെ മുടി ലെയറും ബട്ടർഫ്ലൈ ഒക്കെ വെട്ടുന്നത്. എന്റെ അമ്മേനെ കൊണ്ട് മുടി വെട്ടിക്കില്ല. എന്തൊക്കെ ലെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യമാണ്. അയ്യോ അത് കുറെ മുടി പോകും, മുകളിൽ സ്റ്റെപ്പ് ഒന്നും പറയണ്ട, അങ്ങനെ പറയും. പക്ഷെ ഇപ്പൊ ഞാൻ വെട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ അങ്ങനെ നടന്നുകൊണ്ട് എന്റെ മുടി ഇങ്ങനെ നീളത്തില് ഒരു സ്റ്റൈലും ഇല്ലാണ്ട് നടന്നേച്ചു. ഇപ്പോഴാണ് നമ്മൾ സ്റ്റൈൽ അനുസരിച്ച് മുടി വെട്ടാനും ഷോർട്ട് ആക്കാനും കളർ ചെയ്യാനും. സ്റ്റിൽ എന്നെ വഴക്ക് പറയും കളറൊക്കെ ചെയ്താലേ. ഞാൻ ശരിയമ്മ എന്നേ പറയുള്ളൂ. അന്ന് കളർ ചെയ്ത് വന്നതിന് ആള് കൊള്ളാന്നൊക്കെ പറയും ചെയ്യൂട്ടാ. മനസ്സിലായോ? കളറൊക്കെ ചെയ്തതിന്റെ ചീത്തൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ അമ്മയെ എതിർത്ത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ആകെ ഒരു ലൈഫ് ഉള്ള അമ്മ, ഞാൻ കളർ ചെയ്തോട്ടെ. ഇതിന് മുന്നേ ഞാൻ വയലറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ ചെയ്തിട്ടുണ്ട്. ഓ എന്തോരം കളർ ഞാൻ എന്റെ മുടി ചെയ്തിട്ട്. കാരണം എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ആദ്യമൊക്കെ അമ്മേനെ വഴിക്കൂടെ എന്താ മുടിയിൽ കാണിച്ചു വെച്ചേക്കണേ എന്ന് ചോദിച്ചിട്ട് ആൾക്കാരുമില്ല. അങ്ങനെ ആൾക്കാർക്ക് വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്? ആൾക്കാരോട് കിടന്ന് പറയട്ടെ അതിനെന്താ, ഒന്ന് മുടി കളർ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണേ? ഇതൊക്കെയാണ് ഞാൻ അമ്മേനോട് ചോദിക്കുന്നത്. പറഞ്ഞാൽ നിങ്ങൾ അമ്മയോട് തല്ലുപിടിക്കാനല്ലാണ്ട് ഞാൻ പറയുന്നത്. സ്നേഹത്തിൽ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അമ്മ ഇത് നോക്കിയേ, ഞാൻ ചിലപ്പോ പിൻട്രസ്റ്റ് ചെയ്യുന്ന കുറച്ച് റെഫറൻസ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും. അമ്മ ഇത് നോക്കിയേ, ഈ പെങ്കൊച്ചിന്റെ മുടി നോക്കി, എന്ത് രസാണ്, ഇതുപോലെയല്ലേ ഞാൻ ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ അമ്മ പറയാം, ആ മുടി ഡാമേജ്, അമ്മമാർ അങ്ങനെയാണ് പറയും. അത് സാരമില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റൈൽ ചെയ്ത് ഇതൊരു ടൈം ടേക്കിംഗ് പ്രോസസ് ആണ്.
എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ ഇന്ന് ചുരിദാറിട്ട ആളെ നമുക്ക് നാളെ ജീൻസ് ഇടിപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മൈൻഡ് നമ്മൾ മെന്റലി പ്രിപ്പയർ ആവാ. അതായത് ഞാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഹെയറിൽ ഒരു ചേഞ്ച് വരുത്താം. ഹെയറിൽ ചേഞ്ച് വരുത്തുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഫേസ് ഒക്കെ നല്ല രീതിയിൽ ചേഞ്ച് വരും. ഇപ്പൊ ഒരു സാധാരണ ഒരു ഹെയർ ഉള്ള ഒരാള് അത് ചിലപ്പോൾ ലെയർ വെട്ടിയാലോ ബട്ടർഫ്ലൈ വെട്ടിയാലോ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിടുമ്പോ ആ ഒരു ലുക്ക് കംപ്ലീറ്റ്ലി മാറും. നമ്മളൊരു സ്റ്റാറ്റസ് ഇട്ടാലോ അല്ലെങ്കിൽ നമ്മള് ആളുകളെ മുന്നിൽ ചെന്നാല് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അടിപൊളിയാന്ന് പറയും. അല്ലാത്തവർ പറയും കോലം കാണിച്ചു വെച്ചേക്കണ കണ്ടില്ലേ എന്ന് പറയും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതായത് എന്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ടീംസ്, അവരെന്തായാലും നമ്മുടെ ഒരു സ്റ്റൈൽ ചേഞ്ച് കാണുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യും. അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ വിചാരിച്ചോ നിങ്ങളുടെ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരിക്കും അത് എന്തായാലും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ അല്ലെ. ഇനി രണ്ടാമത് പറയുന്ന കാര്യം, സ്കിൻ കെയർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോ കണ്ണ് താഴെ എഴുതുന്ന ആളാണ്, എല്ലാ ദിവസവും കണ്ണ് താഴെ എഴുതുന്ന ആളാണ്. കുറച്ച് ഡിഫറെന്റ് ആയിട്ട്, ഇപ്പൊ ഞാൻ താഴെ എഴുതാറില്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ണ് മുകളിൽ എഴുതിക്കൊണ്ട് പോവാം. അപ്പൊ എന്തായാലും നമ്മളൊരു ഓഫീസിലോ അല്ലെങ്കിൽ നമ്മള് ഒന്ന് പുറത്തു പോകുമ്പോ എന്തായാലും എല്ലാരും ചോദിക്കും ഇന്നൊരു പ്രത്യേക ഭംഗിയാണല്ലോ എന്ന് ചോദിക്കും. ശരിയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കാം ശരിയാണല്ലോ, ഞാനൊന്ന് കണ്ണ് താഴെ എഴുതിയിട്ടില്ല, ചിലപ്പോ അതായിരിക്കും എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും. ഇതൊക്കെ ഈ ഒരു ചേഞ്ചിന്റെ ഭാഗമാണ്. കണ്ണ് താഴെ എഴുതി മടുത്ത ആൾക്കാർ, അല്ലെങ്കിൽ കണ്ണ് എപ്പോഴും താഴെ എഴുതുന്ന ആൾക്കാര് പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വന്നാൽ പെട്ടെന്ന് ഒരു മോളിൽ കണ്ണ് എഴുതുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ട് ഫേസ് തോന്നും. ഇപ്പൊ ഞാൻ കുറെ നാളായി കണ്ണ് താഴെ എഴുതിയിട്ട്, ഞാൻ ചില ഫംഗ്ഷൻ വന്ന കണ്ണിൽ താഴെ മാത്രം എഴുതി പോകുമ്പോൾ എന്റെ കണ്ണ് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. ഇതൊക്കെ വരുന്ന ചേഞ്ചസ് ആണ്, നമ്മളിൽ വരുന്ന ചേഞ്ചസ് ആണ്. ഇനി ലിപ്സ്റ്റിക് അടിക്കാൻ കോൺഫിഡന്റ് ഇല്ലാത്ത ആളുകൾ, റെഡ് അടിക്കാൻ കോൺഫിഡന്റ് ഇല്ല, വേറെ കളറൊന്നും അടിക്കാൻ കോൺഫിഡന്റ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഈ ലൈറ്റ് ആയിട്ടൊക്കെ നമ്മൾ കയ്യിലെടുത്തിട്ടൊക്കെ ആദ്യം അടിക്കില്ലേ, കുറച്ച്. എന്റെ ചേച്ചിക്ക് ലിപ്സ്റ്റിക് എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് അയ്യോ മതി മതി കൂടിപ്പോയി എന്ന് പറയും. ഇപ്പോഴാണ് ആള് നല്ല രീതിയിൽ ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയത്. പക്ഷെ അപ്പോഴേക്കും ആളുടെ ടൈം കഴിഞ്ഞു. കണ്ടില്ലേ, ഇത് ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഏജ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് കുറെ നേരം ചേഞ്ച് ആവാം, അയ്യോ കുറെ ലിപ്സ്റ്റിക് ആയി വേണ്ട എന്നൊക്കെ ചിന്തിച്ചിരുന്നാൽ നമ്മൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. നമുക്കൊരു ചേഞ്ച് വേണമെങ്കിൽ നമ്മളായിട്ട് ഒരു കോൺഫിഡന്റ് നമുക്ക് കൊടുക്കണം, എന്നാലേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്നെ ആരെങ്കിലും കളിയാക്കി ഞാൻ ഇപ്പുറത്തെ കൂടി കളയുള്ളൂ. എന്നെ കളിയാക്കിയാലും ഞാൻ പിന്നെയും പിന്നെ എനിക്ക് വാശി കയറും. അതാണ് മെയിൻ കാര്യം. ഞാൻ ഡൗൺ ആവില്ല. എന്നിപ്പോ കളിയാക്കിയിട്ട് ചിലപ്പോ കുറെ ലിപ്സ്റ്റിക് അടിക്കുന്ന അല്ലെങ്കിൽ കുറെ എന്താ പറയാ ഭയങ്കര സ്റ്റൈലിൽ നടക്കുന്ന കളിയാക്കി കഴിഞ്ഞാൽ ഞാൻ എന്റെ സ്റ്റൈല് കൂട്ടിയേ വരുള്ളൂ. അല്ലാണ്ട് ഞാൻ അയ്യോ എന്നെ അവർ കളിയാക്കുന്നത് ഞാൻ ഈ ഡ്രസ് ഇടില്ല എന്ന് ഞാൻ ചിന്തിക്കില്ല. ഞാൻ എന്റെ സ്റ്റൈലും എന്റെ കോൺഫിഡൻസും ഞാൻ അവിടെ ബൂസ്റ്റ് ചെയ്യാണ്. ഇനിയിപ്പോ നിങ്ങളൊരു ഇരുനിറമുള്ള ഒരാളാണ്, നിങ്ങൾക്ക് റെഡ് ലിപ്സ്റ്റിക് അടിക്കാൻ കോൺഫിഡന്റ് ഇല്ല, എന്തോരം ബ്രൗൺ ലിപ്സ്റ്റിക് ആണ് ഇറങ്ങുന്നത്, എന്തോരം ലിപ്സ്റ്റിക്കാന്ന് അറിയോ. എന്റെ 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു കൂട്ടുകാരത്തിന്റെ സ്റ്റാറ്റസ് ഞാൻ എപ്പോഴും കാണും കേട്ടോ. കൊച്ചായി, ഒരു കൊച്ചായി. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും എടി നിനക്ക് കുറച്ച് സ്റ്റൈലിലൊക്കെ നടന്നൂടെ. അതായത് ഞാൻ അവളെ തളർത്തി പറയണല്ല, കാരണം എനിക്ക് ഇഷ്ടമാണ് എന്റെ ഫ്രണ്ട്സ് സൂപ്പറായിട്ട് നടക്കാൻ വേണ്ടിട്ട്. പണ്ട് എന്ത് രസമായിരുന്നു അവരെ കാണാൻ വേണ്ടിട്ട്. എടി എനിക്ക് നടക്കണമെന്നൊക്കെ ഉണ്ട്, ലിപ്സ്റ്റിക് ഏതാണെന്ന് അറിയില്ല. ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്തു ലിപ്സ്റ്റിക്, നിന്റെ ബ്രൗൺ സ്കിൻ അല്ലേ, നീ ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും, നീ ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. നമുക്ക് അഡ്വൈസ് തരുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ അഡ്വൈസ് കേൾക്കുക. നിങ്ങൾക്ക് ഇപ്പൊ നല്ല സപ്പോർട്ട് തരുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കാം. അല്ലാണ്ട് ചിലപ്പോൾ നമ്മളൊരു ഡ്രസ് ഇട്ട് ഒരുങ്ങി വന്നിട്ട് ഓ ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിന്തിച്ചോ, അവര് നിങ്ങളുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. അപ്പൊ ഹെയറിന്റെ കേസ് ഞാൻ പറഞ്ഞു, മേക്കപ്പിന്റെ കേസ് ഞാൻ പറഞ്ഞു, ലിപ്സ്റ്റിക് അടിക്കാം, ഫൗണ്ടേഷൻ എല്ലാ ദിവസവും ഇടണമെന്നോ അല്ലെങ്കിൽ BB ക്രീം ഇടാൻ ഭയങ്കര ചെത്തി പോണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ മേക്കപ്പ് ചെയ്യാം, ഇടയ്ക്കൊക്കെ ഒന്ന് ലാഷ് വെക്കാം, മനസ്സിലായി, ലെൻസ് വെക്കാം. ഇതൊക്കെ വരുമ്പോ തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. ആൾക്കാർ വിചാരിക്കത്തെ എന്താ ഇത്, ആരാ ഇത്, പണ്ടത്തെ ആളൊന്നുമല്ലല്ലോ എന്ന് പറയും. ഇനിയാണ് ഡ്രസ്സിങ് സ്റ്റൈല് മാറ്റാനാണ് കുറച്ച് പാട്. കാരണം എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മളിപ്പോ ഒരു എന്താ പറയാ ചുരിദാറൊക്കെ ഇട്ട് നടക്കുന്ന ഒരാളാണ്, നമുക്ക് കുറച്ച് മോഡേൺ ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളൊരു ജീൻസ് വാങ്ങാം, ഒരുപാട് ടൈറ്റ് അല്ലാത്ത ജീൻസ് വാങ്ങാം, സാധാ നോർമൽ ടീഷർട്ട്സ് വാങ്ങാം. ടീഷർട്ട് ഇല്ലേ, ആ ടീഷർട്ടൊക്കെ ഇട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആയതിനു ശേഷം നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്സ് വാങ്ങാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സ്റ്റൈല് മാറിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നിങ്ങളുടെ കോൺഫിഡൻറ്റും കൂടി ബൂസ്റ്റ് ആവും, നിങ്ങൾ സ്ട്രോങ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മൈൻഡ് വരും, ഒരു ടീഷർട്ട് ഇട്ടേനാ ഇനി ക്രോപ്പ് ടോപ്സ് ഒക്കെ ഇടാലോ, ലിപ്സ്റ്റിക് അടിക്കാലോ. ഇതൊക്കെ ചെയ്യാനുള്ള കോൺഫിഡൻസ് തനിയെ വരും, ആരും പറഞ്ഞു തരണ്ട, തനിയെ നിങ്ങൾക്ക് വരും. അപ്പൊ ടോപ്സ് ചേഞ്ച് ചെയ്യാം, ജീൻസ് ചേഞ്ച് ചെയ്യാം, പിന്നെ സ്റ്റൈലിനനുസരിച്ചുള്ള ചപ്പൽസ് ഇടാം. ഇപ്പോ ഹീൽസ് ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ച് വെറൈറ്റി ഹീൽസ് ഇടാം. പിന്നെ ജീൻസ് ഇടുമ്പോൾ ഷൂ പെയർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഷൂ ഇടാം. ഇതൊക്കെ നമ്മുടെ സ്റ്റൈലിന്റെ ഭാഗമാണ്. ഞാൻ അങ്ങനെയാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഒട്ടും മാച്ച് ഇല്ലാണ്ട്, അതായത് ജീൻസ് ഇടും, ചെറുപ്പത്തിലൊക്കെ ജീൻസ് ഇടും, ടോപ്പ് ഇടും, അതിന്റെ കൂടെ ജിംക്ക കമ്മലിടും.
ഞാൻ ആലോചിക്കുന്നത് ഞാൻ അങ്ങനെ കിട്ടിട്ടുണ്ടല്ലേ എന്ന് ആലോചിക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ സ്റ്റൈലിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ജീൻസ് ടോപ്പ് ഇടുമ്പോൾ ഒരു സ്റ്റഡ് ഇടാം, ഒരു ഹൂപ്സ് ഇടാം, വലിയ റിങ് ഇടാം. ഞാൻ എന്തിനായിരുന്നു ജിമിക്ക് ഇട്ടത് എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. ഫോട്ടോ ഒന്നും ഇല്ലല്ലോ, ഞാൻ കാണിച്ചു തന്നെ. ഞാൻ ജിമിക്കും കമ്മലിട്ട് പോയിട്ടുണ്ട്, വലിയ ജിമിക്കും കമ്മല് ജീൻസ് ടോപ്പ് ഇട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ജിമിക്കൊക്കെ ഇട്ട് പോയിട്ടുണ്ടാവും. ജിമിക്കല്ല, ജീൻസിന്റെ കൂടെ മാച്ച് ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഇട്ട് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ ജീൻസിന്റെ കൂടെ മുത്തുമാല ഇട്ടിട്ടുണ്ട്, ജീൻസ് ടോപ്പിൽ വലിയ മുത്തുമാല ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റൈലിൽ നിന്ന് കുറച്ച് വിട്ട് പിടിച്ചാല് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ കുറേയൊക്കെ ചേഞ്ച് ആവും. ഞാൻ ആലോചിക്കുന്നത്, ഞാനൊക്കെ പണ്ട് എനിക്കൊരു കോൺഫിഡൻസ് തരാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ് ഇട്ട സൂപ്പർ ആയിരിക്കും എന്ന് പറയാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ യൂട്യൂബ് ചാനലിൽ നമുക്ക് വീഡിയോസ് മോട്ടിവേറ്റ് ചെയ്യാനും പല ആളുകളല്ലേ, എന്നെ പോലെ പല ആളുകളും ഉണ്ട്. പക്ഷെ എനിക്കൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്വയമായിട്ട് ഓക്കെ ഇങ്ങനെ ചെയ്യാം. കുറച്ചാള് ടീഷർട്ട് ഇട്ട് കിടന്നു, പിന്നെ ക്രോപ്പ് ടോപ്പായി, പിന്നെ സ്ലീവ്ലെസ് ഇടാൻ തുടങ്ങി. സ്ലീവ്ലെസ് ഇടുമ്പോഴുള്ള കോൺഫിഡൻസ് കുറവാണ്. അണ്ടർ ആംസ് ഷേവ് ചെയ്യാം. അണ്ടർ ആംസ് റോളർ എന്തോരം അവൈലബിൾ ആണ്. അതൊന്നും അണ്ടർ ആംസ് ഒക്കെ അതൊന്നും ഒരു പ്രശ്നമുള്ള ഒരു കാര്യമല്ല. കുറെ ആൾക്കാർക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. അണ്ടർ ആംസ് കണ്ട ആളുകൾ എന്തിനാ അണ്ടർ ആംസിലോട്ട് നോക്കുന്നത്? നമ്മുടെ അണ്ടർ ആംസ് കണ്ടോണ്ടാണ് ആളുകൾ ഇരിക്കുന്നത്? ഇല്ല, അതൊക്കെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണോ? ഈ അണ്ടർ ആംസ് വൃത്തികേടാണ്, അതൊന്നുമില്ല. അതൊക്കെ നമുക്ക് എന്തോരം റോളർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷേവ് ചെയ്യാം. അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നെയിൽ വളർത്താം. എനിക്ക് നെയിലൊക്കെ വളർത്താനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ടാണ് ഞാൻ എക്സ്റ്റൻഷൻ വെക്കാറുണ്ട് ഷൂട്ടിന് പോകുമ്പോ. അപ്പൊ നെയിലൊക്കെ വളർത്താം. ഇതെല്ലാം നമ്മുടെ സ്റ്റൈലിന്റെ ഒരു ഭാഗമാണ്. പിന്നെ ചുരിദാർ ഇടരുതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചുരിദാർ ഇടാം, അത് കുറച്ച് സ്റ്റൈല് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ പണ്ട് നമ്മൾ ചുരിദാർ ഇടുന്നത് ഇങ്ങനെ സ്റ്റെപ്പ് ഷോൾ ഇടുവാണെങ്കിൽ ഇപ്രാവശ്യം നമുക്കൊന്ന് അഴിച്ച് വൺ സൈഡ് ഇടാം. മനസ്സിലായി? ഷോൾ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഷോൾ ഇടാതിരിക്കാം. ചുരിദാർ എന്ന് പറഞ്ഞാൽ ഷോള് വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മൾ ഇടുന്ന പാന്റ് ലൂസ് പാന്റ് ആണ്, സാധാ ചുരിദാറിന്റെ ലൂസ് പാന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്ത് ലെഗിൻസ് ഇടാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ്. നമുക്ക് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഫാഷൻ. നിങ്ങള് ഞാൻ പറഞ്ഞ പോലെ മെന്റലി പ്രിപ്പയർ ആവണം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. മെന്റലി എനിക്ക് കുറച്ചും കൂടി സ്റ്റൈൽ ആവണം, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. ആദ്യമൊക്കെ ലിപ്സ്റ്റിക് അടിക്കുമ്പോ തോന്നും കൂടിപ്പോയി എന്നൊക്കെ തോന്നും. അവിടെ ഇരിക്കട്ടെ, സാരമില്ല. അടിച്ചടിച്ചടിച്ച് വരുമ്പോ കറക്റ്റ് ആക്കിക്കോളും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. അതാരും നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല ഈ ഫാഷൻ, ഈ ഒരു കാര്യം. ഇപ്പോ എനിക്ക് ജിലേബി ഇഷ്ടമാണ്, നിങ്ങൾ ജിലേബി ഇഷ്ടപ്പെടണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കയ്യില്ലാത്ത ഡ്രസ് ഇടാൻ താല്പര്യമില്ലേ? ഇടണ്ട. നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതുപോലെ നിങ്ങൾ ഫാഷൻ എന്താണോ ചെയ്യേണ്ടത് അതുപോലെ ചെയ്താൽ മതി. നേരത്തെ ഞാൻ ഡ്രസ്സിങ്ങിന്റെ കേസ് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന എങ്ങനെയാണ്? സാധാരണ ഒരു ലോക്കൽ ഷോപ്പിൽ പോയിട്ട്, ഒരുപാട് കളക്ഷൻസ് ഇല്ലാത്ത ഷോപ്പിൽ പോയിട്ട് ജസ്റ്റ് പോയി എടുത്തിട്ട് വരൂ. അങ്ങനെയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. സാധാരണക്കാരുടെ കച്ചവടം മുടക്കാൻ പറഞ്ഞതല്ല കേട്ടോ. നിങ്ങൾക്ക് സുദിയോ മാക്സ് പോലത്തെ സ്ഥലങ്ങളിൽ പോകും. അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഫിറ്റിനനുസരിച്ച് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടാവും. എല്ലാം നിങ്ങൾക്ക് ട്രയൽ ചെയ്തിട്ട് ഇഷ്ടമുള്ളത് വാങ്ങിച്ചാൽ മതി. ചെറിയ ചെറിയ കടയിൽ പോകുമ്പോൾ ചിലപ്പോൾ എല്ലാ കളക്ഷൻസ് ഉണ്ടാവണമെന്നില്ല. നമ്മൾ അവിടെ ചെന്നിട്ട് ഏതെങ്കിലും എടുത്തിട്ട് പോരും അല്ലെ. സുദിയോ പോലത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫാഷനബിൾ ആയിട്ടുള്ള ഐറ്റംസ് അവിടെ ഉണ്ടാവും. ചിലപ്പോൾ ടോപ്പില് ഇങ്ങനെ കൈ തന്നെ ഉണ്ടാവും, ചിലപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെ കുറെ നെറ്റ് വരുന്നുണ്ട്. അങ്ങനെ കുറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ സുദിയോയിലൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ജോലിക്ക് പോയി തിരക്കുള്ള ആൾക്കാർ, ഒന്നും യൂസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് തൈര്, ഫേസ് പാക്ക് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടാൻ റിമൂവ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ചെയ്യാതെ മടി പിടിച്ചിരുന്നിട്ടാണ്. നിങ്ങൾക്ക് ചെയ്യാനൊക്കെ സമയമുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ കാണാൻ സമയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനും ടൈം ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് തൈര് തേക്കാം. അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ദിവസം, ഇപ്പൊ ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസം ഞാൻ എന്തെങ്കിലും രക്തചന്ദനം അതൊക്കെ തേക്കാറുണ്ട്. ഇനി പുറത്തു പോകുന്ന സമയത്ത് മേക്കപ്പ് വേണമെങ്കിൽ മേക്കപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ഏകദേശം ഇങ്ങനത്തെ ഒരു രീതി കൊണ്ടിട്ടാണ് കുറെയൊക്കെ സ്റ്റൈല് മാറ്റിയിട്ടുള്ളത്. അപ്പൊ ഗൈസ്, ഞാൻ കൂടുതൽ പറഞ്ഞ് വലിപ്പിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നാടൻ ഒരു സ്റ്റൈല് മാറ്റണം, കുറെ കാര്യങ്ങൾ ചെയ്യാൻ മടി പിടിച്ച് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാണ്ട് ഇരിക്കുകയാണെങ്കിൽ, ഒരു സ്റ്റാർട്ടിങ് ട്രബിളിൽ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഗൈസ്, ഈ പറഞ്ഞതിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ ഒട്ടും കോൺഫിഡന്റ് അല്ലാത്ത ആളുകളാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഇതിൽ ഇറങ്ങിത്തിരിക്കുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ടിംഗ് ട്രബിളിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. നാട്ടുകാർ പറയുന്നൊന്നും നോക്കിയേ വേണ്ട. നാട്ടുകാരൊന്നും അല്ല നിങ്ങൾക്ക് ചെലവിനായിരുന്നത്, നിങ്ങളാണ് നിങ്ങളുടെ കാര്യം നോക്കുന്നത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യുക. ഒരു സ്റ്റൈൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നടക്കണ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമല്ല അല്ലെ? ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാവരോടും ഞാൻ പറയാറുണ്ട് അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ. ടിപ്സും ക്രീമും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം എനിക്കിഷ്ടമാണ് എല്ലാവരും സുന്ദരി മണികളായിട്ട് നടക്കുന്നത് അല്ലെ. എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനും നിങ്ങൾക്ക് എന്റെ കുറച്ച് ഐഡിയാസും ഞാൻ എങ്ങനെയാ
എങ്ങനെയാണ് ഈ ഒരു രീതിയിലോട്ട് വന്നതെന്നാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ടാ.